Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഹൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി പ്രധാനമായും 2 മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പേഴ്സണിൽ വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് അത് ഒരുപാട് ശത്രുക്കളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. എനിമീസ് ആയിട്ടുള്ള ഒരു എനർജിയുള്ള അല്ലെങ്കിൽ എനിമീസ് കുറച്ച് കൂടുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് തലത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ട് ഈ പേഴ്സണെ സ്വയം കൊണ്ടുപോകണം എന്നുള്ള ഒരു മെന്റാലിറ്റിയും കൂടി ഈ പേഴ്സണിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് വളരെയധികം സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് സ്വന്തമായിട്ട് എന്നുള്ളത് ഈ വ്യക്തിയെ മാത്രമല്ല, നിങ്ങളെയും അതുപോലെ ഈ റിലേഷൻഷിപ്പിനെയും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി, ഒരു പക്ഷേ വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. എല്ലാവരുമായിട്ടൊക്കെ വളരെ കമ്പനി ആയിട്ടൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഓക്കെ സ്വന്തം കാര്യം അങ്ങനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് പോകുന്ന വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു മെന്റാലിറ്റി എല്ലാം മാറ്റിയെടുത്തിട്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണ്, പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, സ്വന്തം കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അത്രയും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. ചിലപ്പോൾ ഇത് രണ്ട് മാറ്റങ്ങളായിരിക്കില്ല, ചിലപ്പോൾ കൂടുതൽ മാറ്റങ്ങൾ നമുക്ക് ഈ റീഡിങ്ങിൽ കാണാം. കാർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്ന് തന്നെ പൊട്ടിമുളച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രണയബന്ധം കൂടിയാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലേക്ക് വന്നത് കൊണ്ട് തന്നെ അത് എന്താ പറയുക, അവിടെ ഒരു പ്രണയം വർക്കൗട്ട് ആക്കാനായിട്ട് 100% കോൺസെൻട്രേഷൻ ചെയ്ത് പ്രണയം വർക്കൗട്ട് ആക്കാനായിട്ട് പറ്റിയില്ല എന്നും കൂടി കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഇമ്മെച്യൂരിറ്റി ആയിരിക്കാം, അതായത് നിങ്ങളുടെ ആ ഒരു അത്രയും അങ്ങോട്ട് ഇല്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ, പക്വതയില്ലായ്മ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് റിലേഷൻഷിപ്പിലായി, ചിലപ്പോൾ പഠിക്കുന്ന പ്രായം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പെട്ടെന്ന് റിലേഷൻഷിപ്പിലായി, അതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സോ അത് മര്യാദക്കുള്ള രീതിയിൽ വർക്ക് ആകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും സംസാരത്തിന്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ കുറച്ച് വാശിക്കാരായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മര്യാദക്ക് പരിപാലിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും എവിടേക്കോ പരാജയപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യെസ്, ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള പശ്ചാത്താപമുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഓരോ പശ്ചാത്താപം, അല്ലെങ്കിൽ നിരാശ, കുറ്റബോധം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു കൾപ്രിറ്റ് ആയിട്ടാണ് ഈ പേഴ്സണിന് തോന്നുന്നത്. ഈ പേഴ്സൺ ആണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി. അപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സഹതാപമായിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ മറ്റുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം എപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരുന്നത്. അതിലേക്കായിരിക്കാം ഫോക്കസ്. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ജോലി,
വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഒരുപക്ഷെ ഈ പേഴ്സൺ ഇല്ലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അകന്നകന്നായിരിക്കാം കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ വളരെയധികം കുറ്റബോധം ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട്, കുറ്റബോധം നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നതായിട്ട്, അത് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇൻസെക്യൂരിറ്റി ആണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൃദയത്തെ, അതായത് ഈ പേഴ്സണെ വളരെയധികം നോവിപ്പിക്കുന്ന രീതിയിൽ, വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഇപ്പോഴും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇപ്പോഴും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇൻസെക്യൂരിറ്റിയും കൂടി ഈ പേഴ്സണെ അനുഭവപ്പെടുത്തുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള വേറെ ആൾക്കാർ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കൂട്ടുകാരാണ് വലുത്, അത് കഴിഞ്ഞിട്ടേ നീയുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കഴിഞ്ഞിട്ടേ നീയുള്ളൂ, അവരാണ്, അല്ലെങ്കിൽ വീട്ടുകാരാദ്യം അത് കഴിഞ്ഞ് കൂട്ടുകാർ, അതിന് ശേഷമേ നീയും പ്രണയം ഒക്കെ ഉള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി നശിച്ചു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങളെക്കാളും ഈ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ വേറെ ആരെയൊക്കെയാണോ വിശ്വസിച്ചിട്ടുള്ളത് അവരിൽ നിന്നുമൊക്കെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ പറയുന്നത് പോലെ നിങ്ങളാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വ്യക്തിത്വം ഉള്ള ഒരു മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സോള്, ഈ വ്യക്തി പോലും അറിയാതെ ഈ പേഴ്സന്റെ സോള്, ആത്മാവ് നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരാനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനൊക്കെ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ രാത്രി ഉറക്കത്തിലായിരിക്കാം, വളരെയധികം ഡീപ്പായിട്ടുള്ള സ്ലീപ്പ്, വളരെ ഗാഢനിദ്രയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ സോള് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ വളരെയധികം താല്പര്യപ്പെടുന്നതായിട്ടും, അതുപോലെ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിച്ച് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ടും, നിങ്ങൾക്ക് അതൊരു സ്വപ്നമായിട്ടോ സ്വപ്ന ദർശനമായിട്ടോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിൽ തോന്നിക്കൂലേ, അങ്ങനെയൊക്കെ തോന്നിക്കുന്ന ഒരു ലെവലിലേക്ക് ഇവിടെ വരുന്നുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ പേഴ്സണ് കിട്ടുന്നതും ആയിരിക്കാം, ഈ പേഴ്സണ് ടെലിപ്പതിയിലൂടെ കിട്ടുന്നതും ആയിരിക്കാം. അപ്പൊ ആ ഒരു എനർജിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് എനർജിയാണ് നോക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്ലി കാണാൻ കഴിയുന്നത് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ കണക്ഷൻസ് ആണ്. വളരെയധികം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത്. ഒരുപാട് പല ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക, പക്ഷെ അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഡാൻസർ ആയിരിക്കാം, അപ്പൊ ഡാൻസ് ക്ലാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പാട്ട് ക്ലാസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ജോബ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ പേഴ്സണ് ഒരുപാട് പേരായിട്ട് കണക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം, ഒരു അന്തർമുഖത്വമായിരിക്കാം. പക്ഷെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എക്സ്ട്രോവേർട്ട് ആണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു കാര്യവും രഹസ്യമായിട്ട് ഇരിക്കൂല, എല്ലാ കാര്യവും ഈ പേഴ്സൺ പരസ്യമാക്കി കളയും. ഒരു കാര്യവും മനസ്സിൽ ഇരിക്കത്തില്ല, അല്ലെങ്കിൽ എന്ത് കാര്യം മനസ്സിലുണ്ടെങ്കിലും അത് അപ്പം തന്നെ മുഖത്ത് നോക്കി വെട്ടി തുറന്നു പറയുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണ്, മുജ്ജന്മത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഈ പേഴ്സൺ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഒരുപാട് പേരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട്, അതിപ്പോ മനുഷ്യജന്മം ആയിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പക്ഷി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മറ്റുള്ളവരായിട്ട് വളരെയധികം ഇന്ററാക്ട് ചെയ്തു പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സൺ.
അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ ഇത് പറയുമ്പം ഇത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നമ്മൾ ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ പ്രൊഫഷണൽ ലൈഫിലും മറ്റുള്ള ജീവിതത്തിലൊക്കെ വളരെയധികം ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ സമൂഹത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇപ്പോൾ നമ്മൾ പറയില്ല, ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടായിരിക്കും ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു എനർജി ഈ വ്യക്തിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഈ പേഴ്സണെ വിട്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത്. കാരണം ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സന്യാസ യോഗം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുക. പ്രത്യേകിച്ച് കുടുംബമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ചിലപ്പോൾ ചുറ്റിനും ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, സാമൂഹ്യ പ്രവർത്തനം ഒക്കെ കൂടെ നിൽക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാമാണ്. പക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റക്കാണ് ഞാൻ എന്നുള്ളൊരു രീതി. അതായത് ഒന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ്, അല്ലെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കാനോ ഒരുമിച്ച് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ആരുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അത് ഈ പേഴ്സണെ വിട്ടുമാറി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതേ എനർജി തന്നെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെയും വിട്ടുമാറി പോകുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ഹാപ്പി ഫാമിലിയാണ്. ഈ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാമിലിനെയാണ്. സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം, അതാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സണ് കിട്ടാത്തതുമായിട്ടുള്ള കാര്യവും ഈ ഒരു കുടുംബജീവിതം തന്നെയായിരിക്കും. ചിലപ്പോൾ പണ്ടും ഈ വ്യക്തി അച്ഛനമ്മമാരായിട്ടൊക്കെ കൂടെ ജീവിച്ചിട്ട് പോലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അന്നും ഇന്നും ആഗ്രഹിക്കുന്നതും അതിനോടൊപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു എനർജി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതും പാസ്റ്റ് ലൈഫ് എനർജി, മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജിയാണ്. സംതിങ് മിസ്സിംഗ് ആണ്, ഇന്റിമസി ഓർ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ്. ചിലപ്പോൾ ഇത് നമുക്ക് റിവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്താണോ അത് നിങ്ങളെ വിട്ടുമാറി പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തടസ്സങ്ങളായിരിക്കാം. അത് കാരണം പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ രണ്ടുപേരും അകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ കത്തി വെച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, പാര വെച്ച് അങ്ങനെയൊക്കെ ആക്കി നിങ്ങൾ അകറ്റിയതായിരിക്കാം. അതല്ല, നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു ഇന്റിമസി, ആ ഒരു സ്നേഹം, പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, പരിചരിക്കുക, ആ ഒരു കാര്യത്തിലൊക്കെ ഇതിലേതോ ഒരു വ്യക്തി പുറകിലേക്കാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതും പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷെ അത് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു എനർജിയും കൂടെ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും ജോളി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കാം, ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കാം, പ്രത്യേകിച്ച് അങ്ങനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ആരുമായിട്ടും വെക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ വിഷമിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഈ പേഴ്സൺ അത് മനസ്സിലാക്കണമെന്നില്ല. ഈ പേഴ്സൺ ആ ഒരു ജോളി, ആ ഒരു ഹാപ്പി ടൈപ്പിലായിരിക്കും പെരുമാറുന്നത്. കാരണം ഈ പേഴ്സൺ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇനി മുതൽ ഈ പേഴ്സൺ അത് മനസ്സിലാക്കി ശ്രമിച്ചു തുടങ്ങുന്നു എന്നുള്ള രീതിയിലും കൂടിയാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ചില സ്വഭാവ പ്രകൃതങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്നും വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടി കിട്ടുന്നുണ്ട്. ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട്. 4 നമ്പർ, പാർക്ക്, UAE, 11 നമ്പർ 11, എറണാകുളം, 444, ജൂലൈ, ആൻഡ് ഫീലിംഗ് ഓൾവേസ് ഡൗട്ട്. യെസ്, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയണം. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.